കായംകുളം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കാണ് ഇനി. ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് ക്രിസ്റ്റീന ചെറിയാനും അശ്വിൻ പാലാഴയും ചേരുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയോജക മണ്ഡലം. ഇവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വിലക്കയറ്റം ഏറ്റവും ആദ്യം ചർച്ചയാകുന്ന ഒരു മണ്ഡലം. ഗതാഗത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വികസന സംവിധാനങ്ങൾ, ഇതെല്ലാം ചർച്ചയാക്കുന്ന ഒരു ജനതയാണ് കായംകുളത്തുള്ളത്. കായംകുളംകാരുടെ മനസ്സ് ഇടതോ വലതോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ? പൊതുവെ കേരളത്തിൽ മൊത്തം എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗമാണ്. അക്കൂട്ടത്തിൽ കായംകുളം മണ്ഡലത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. എൻ ഡി എക്ക് എത്ര സീറ്റ് കിട്ടുമായിരിക്കും ഈ വർഷം? ഇന്ത്യക്ക് ഒരു 25 മേളിൽ സീറ്റ് പ്രാവശ്യം തീർച്ചയായിട്ടും എൻ ഡി എക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ. ചേട്ടാ, എന്താ അഭിപ്രായം? ആ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അത് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 25 സീറ്റ് എന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അത്ഭുതമാണ്, അത്ഭുതം നടക്കണം. അതായത് കേരളത്തിൽ ഇപ്പോൾ പൊതുവേ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. കേരള സംസ്ഥാനം ഒട്ടാകെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം, ഈ ചെട്ടിക്കുളങ്ങര എന്ന് പറയുന്ന പ്രദേശം വിശ്വാസികളുടെ ഒരു പ്രദേശമാണ്. ഈ അയ്യപ്പ സംഭവവുമായി ബന്ധപ്പെട്ട കൊള്ള, അഴിമതി ഭക്തജനങ്ങളെ വളരെയധികം അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇവിടുത്തെ വോട്ടറാണോ? എന്താ അഭിപ്രായം? ഇവിടെ UDF അധികാരത്തിൽ വരും. ചെട്ടിക്കുളങ്ങരയിൽ എം ലിജു ജയിക്കും. കാരണം ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുക. എന്തുകൊണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഇവിടെ പ്രതിഭാകാരി MLA ആയിട്ടിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര ഒരു ക്ഷേത്രം. ഇത് ശബരിമല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ചെട്ടിക്കുളങ്ങര. ടൗൺഷിപ്പിനെ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഒരു ശുചിമുറി പോലും ഇല്ലാത്ത, പാർക്കിംഗ് സൗകര്യമില്ല, യാതൊരു വിധമായ വികസനവും നടക്കാത്ത ഒരു സ്ഥലമാണ് ചെട്ടിക്കുളങ്ങര എന്ന് പറയുന്നത്. ചേട്ടാ, ശരിയാണോ? ചെട്ടിക്കുളങ്ങരയിൽ മാറ്റം ആവശ്യമാണോ? തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കും. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. 10 വർഷം കൊണ്ടിവിടെ എന്തോ ചെയ്തു, അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ചെയ്തില്ല, ചെട്ടിക്കുളങ്ങരയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നെവർ. ചേട്ടാ, ഒരു മാറ്റം അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? വികസനം തന്നെ. ഇപ്പൊ ഈ അമ്പലത്തിന്റെ ഈ നേരെ പടിഞ്ഞാറേ നടയായത് ഇവിടെ എന്തോ വികസനം ചെയ്തിട്ടുണ്ട് 10 വർഷം കൊണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തെ വണ്ടിക്കൂലിക്കൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടില്ല ചേട്ടാ. പക്ഷേ എവിടുന്ന് പൈസ നിങ്ങൾ ഒപ്പിക്കും? അതായത് ഈ എനിക്ക് തോന്നുന്നു യു ആർ ഓൾസോ എഡ്യൂക്കേറ്റഡ്. ഞാനൊരു ഡോക്ടറാണ്. അപ്പം നമുക്ക് ഈ പൊതുമേഖലാ സംവിധാനത്തിൽ യാത്രാ സൗകര്യം ഒരുക്കുമ്പോൾ അത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ കായംകുളത്ത് എന്ത് സംഭവിക്കും? കായംകുളത്ത് ഉറപ്പായും UDF സ്ഥാനാർത്ഥി വിജയിക്കും. ചേട്ടാ, വികസനം ഫീൽ ചെയ്യുന്നില്ലേ കഴിഞ്ഞ 10 വർഷമായിട്ട്? ഒരിക്കലുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വികസനം ഈ പ്രദേശത്ത് സ്തംഭിച്ചിരിക്കുകയാണ്. എം ലിജു, യു പ്രതിഭ, തമ്പി മേട്ടുതറ, ആര് ജയിക്കും? തമ്പി മേട്ടുതറ. എന്താണ് അത്രയും കോൺഫിഡൻസ്? കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പരിച്ചു മുടിച്ച ഒരു സ്ഥലമാണ് ചെട്ടിക്കുളങ്ങര തന്നെ. ഉദാഹരണമായിട്ട് ഈ അമ്പലം ഒന്ന് നോക്കിക്കേ. ഈ ഹൈമാക്സ് ലൈറ്റ് കത്തിയിട്ട് 3 മാസമേ ഉള്ളൂ. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ ഹൈമാക്സ് ലൈറ്റ് എന്ത് വികസനമാണ് ഇവരിവിടെ നടത്തിയത്? അപ്പം പിന്നെ എങ്ങനെയാണ് അവർ ജയിക്കുമെന്ന് നമ്മൾ ഉറപ്പ് പറയുന്നത്? ചേട്ടാ, ഞങ്ങളൊരു 100 മീറ്റർ അപ്പുറത്ത് കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഒരു വികസനവും സംഭവിച്ചിട്ടില്ല. അവർക്ക് MLA കാണാൻ കിട്ടുന്നില്ല. ചെട്ടിക്കുളങ്ങര ടൗൺഷിപ്പില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. ഇവിടെ ഗതാഗത പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒരു ITI ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. സംസ്ഥാനത്ത് വികസനമില്ല എന്നൊക്കെ പറയുന്നു. എന്താ പറയാനുള്ളത്? അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ UDFും BJPയും പച്ചക്കള്ളം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളം മണ്ഡലം വികസനത്തിൻ്റെ ഒരു വസന്തം തന്നെ നമ്മുടെ MLA പ്രതിഭ തീർത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും, റോഡ് മേഖലയിലായാലും സ്കൂൾ മേഖലയിലായാലും കളിക്കളത്തിൻ്റെതായാലും എല്ലാ മേഖലകളിലും ക്ഷേമപ്രവർത്തനങ്ങളടക്കം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും മാസം 1000 രൂപ, അങ്ങനെ 6ഓളം ഗ്യാരണ്ടികൾ, പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ. ഇത് നടപ്പാക്കാനുള്ളതല്ല. കാരണം കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ എന്നു പറയുന്നത് ഈ സർക്കാർ ഇപ്പം നടപ്പാക്കിയ കാര്യമാണ്. അതായത് പിണറായി സർക്കാർ നടപ്പാക്കിയ കാര്യമാണ്. ഈ മണ്ഡലത്തിൽ ശൗചാലയ സൗകര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ പൊതു ശൗചാലയ സൗകര്യങ്ങളുണ്ട്. അത് മാത്രമല്ല
അവിടുന്ന് വരുന്നത് അവിടുന്ന് ശൗചാലയ സംവിധാനമുണ്ട് ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ BJP-കാരും കോൺഗ്രസ്സുകാരും അതില്ലാന്ന് പ്രചരിപ്പിക്കുകയാണ്. ത്രികോണ മത്സരമാണോ അതോ LDF UDF മത്സരമാണോ? എവിടെ കായംകുളത്ത് MLA വനിത ഉണ്ടായാലേ പറ്റൂ. അപ്പൊ ഇവിടെ പ്രതിഭ ജയിക്കണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? എവിടെയാണെങ്കിലും വനിതകൾ ജയിക്കുന്നത് എനിക്ക് അർഹതകള് വോട്ട് ആർക്ക് ചെയ്യുന്നോ അവർ ജയിക്കണം. ഇവിടെ 10 വർഷമായിട്ട് MLA ഉണ്ട്, വനിതയാണ്. ആ വനിത തുടരണ്ടേ അന്നേരം? നിങ്ങൾ തന്നെ വോട്ടേഴ്സ് അല്ലേ ഇവിടെ തീരുമാനിക്കണം. ഞാനാണ് ഇവിടെ ഇതൊക്കെ UDF-നെ സംബന്ധിച്ച് അവർക്ക് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടന്നില്ലെന്ന് പറയാനില്ല. പിന്നെന്താ ചെയ്യുന്നത്? വ്യക്തിപരമായി ആക്ഷേപിക്കുക. അതല്ലേ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് തുടർ ഭരണം. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള വനിതകള് MLA-മാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ വേറൊരു ചോയ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ അതാണ് കായംകുളത്ത് പല അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ചിലർ പറയുന്നു ഇവിടെ UDF ജയിക്കും, UDF ഭരണം വരുമെന്ന്. ഒരു വിഭാഗം പറയുന്നു LDF ജയിക്കും, LDF ഭരണം തുടരും എന്ന് പറയുന്നു. മൂന്നാമത് NDA പറയുന്നു 25 സീറ്റ് വരെ NDAക്ക് കിട്ടുന്നു. അപ്പൊ നമുക്കിതൊന്നും അറിയില്ല. മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ കായംകുളത്ത് ആര് ഭരിക്കും, ശരിയായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടട്ടെ. അതിനുവേണ്ടിയാണ് 24-ഉം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. നാടിന്റെ ന്യൂസ് ഡെസ്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.